ഫറൂഖ് വനിതാ സംഘത്തിന്റെ പുതിയ കെട്ടിടം ഫറൂഖിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന് മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാനത്ത് സ്ത്രീകൾക്കായി നടപ്പിലാക്കിയെന്ന് മന്ത്രി പറഞ്ഞു. ഭരണതലത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഏറെ ഗുണകരമായി സമൂഹത്തിൽ മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തായി സംരംഭകത്വ മേഖലയിൽ സ്ത്രീപക്ഷത്ത് നിന്നുള്ള പുതിയ ചുവടെടുപ്പ് കാണാൻ വേണ്ടി സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെന്നല്ല, ലോകത്തെ ഏതൊരു രാജ്യത്തിന് മാതൃകയാക്കാവുന്ന നിലയിലേക്കുള്ള പദ്ധതികൾ സ്ത്രീ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സംസ്ഥാനത്ത് സർക്കാർ നടത്തി. അടുത്ത കാലത്തായി സംരംഭകത്വ മേഖലയിലും സ്ത്രീപക്ഷത്തു നിന്നുള്ള പുതിയ ചുവടുവെപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഇപ്പൊ 50%-ലധികം നല്ല നിലയിൽ ജോലി ചെയ്യാൻ ഇവര് പ്രാപ്തരായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സൊസൈറ്റി. പരസ്പര സഹകരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃകയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന രീതിയിൽ കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു കഴിഞ്ഞു എന്ന് കൂടി നാം മനസ്സിലാക്കുന്നു. നഗരസഭാ അധ്യക്ഷൻ NC അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു. ഓഫീസ് കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം സഹകരണ യൂണിറ്റ് ഇൻസ്പെക്ടർ K. സബീഷ് കുമാറും ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ KP സുലൈഖയും നിർവഹിച്ചു. കൗൺസിലർമാരായ K. കമറുലൈല, KTA മജീദ്, P. ജിബീഷ്, സൊസൈറ്റി പ്രസിഡന്റ് P. പുഷ്പലത, സെക്രട്ടറി K. സുജാത, ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ T. രാധാ ഗോപി, CDS പ്രസിഡന്റ് P. ഷിനി, V. മോഹനൻ, T. K. സേതുമാധവൻ, N. രാജീവൻ, വാഴയിൽ ബാലകൃഷ്ണൻ, KT മജീദ്, A. ബാലകൃഷ്ണൻ, KVM ഫിറോസ്, C. ഷിജു, PA ജാസ്മിൻ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ